വളരെ ഇൻറ്റൻസ് ആയിട്ട് തന്നെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടൊരു കാലങ്ങളൊന്നും വേണ്ടി വന്നില്ല. കേവലം 14 വർഷങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. ആ ശ്രീ പരമേശ്വരൻ കൈലാസത്തിൽ സൂക്ഷ്മ ശരീരത്തിലൂടെ കൊണ്ടുപോയി അവിടെ എൻ്റെ അഘോര വൃത്തി, അഘോര പന്ഥ്, അഘോരയുടെ വഴി തുടങ്ങിയായി. ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ പിന്നിൽക്കാലത്ത് വന്ന ഏതെങ്കിലും പുസ്തകങ്ങളിലോ മഹാവതാർ ബാബ എന്നുള്ള പേര് ഉച്ചരിച്ച് കാണാനായിട്ട് നമുക്കറിവില്ല, സ്വീകാര്യമാവില്ല. ചുമ്മാ അങ്ങ് വിശ്വസിക്കരുത്. വിശ്വാസത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഉള്ള കാര്യമില്ലേ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആവുമോ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളെന്തിനാ എന്നൊക്കെ ചോദിക്കാൻ വരുന്നത്? എന്നെ തൊടൂ, സ്പർശിക്കൂ, എന്നെ അനുഭവിക്കൂ, അറിയൂ, പരീക്ഷിക്കൂ, നിരീക്ഷിക്കൂ, ചോദ്യം ചെയ്യൂ. സ്വയം അനുഭവിച്ചാണ് ശാസ്ത്രം. പലരും പറഞ്ഞതെന്നാണ് സയൻസ്. ഇതിനെ അനുഭവിക്കണോ? അതിനോരോന്നിനും അതിൻ്റെ വിധിവിധാനങ്ങളുണ്ട്. അതിനുള്ള യന്ത്രങ്ങളുണ്ട്, അതിനുള്ള മന്ത്രങ്ങളുണ്ട്, അതിനുള്ള ആവാഹന ക്രിയ കർമ്മങ്ങളുണ്ട്. അഘോരതന്ത്രത്തിൽ അതെല്ലാവർക്കും ഉള്ളതല്ല, ശിഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. നോട്ട് എവരിബഡി ഈസ് എലിജിബിൾ ഫോർ ഇറ്റ്. ധ്യാനസൂത്രം എല്ലാവർക്കും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ നിന്ന് പ്രചാരം സമയാചാര മാർഗത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇരുണ്ട ലോകത്ത് കിടക്കാതെ നിന്റെ ബലത്തെ നിനക്ക് പുറത്തെടുക്കാൻ സാധ്യമല്ല. ഹരി ഓം മഹാരാജ്, നമസ്കാരം. ഹരി ഓം. അങ്ങൊരു അഘോരിയാണെന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് ഒരു അഘോരിയായത്? എവിടെ നിന്നാണ് അങ്ങ് ഒരു അഘോരിയായത്? അങ്ങ് അഘോരിയായി എന്ന് പറയുമ്പോൾ അത് കാണുന്ന വ്യൂവേഴ്സിനും ബാക്കിയുള്ള ആളുകൾക്കും ബാക്കിയുള്ള ലോകത്തിനും എങ്ങനെയാണ് അങ്ങൊരു അഘോരിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ആദ്യം തന്നെ ഞാൻ ഒരു അഘോരി ആയതല്ല. അഘോര പന്ഥാവിലേക്ക്, അഘോര വഴിയിലേക്ക് എന്നെ ഉന്തിയിട്ടതാണ്. ആഴത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ ഒരു ഗുരുവിന് ശിഷ്യപ്പെട്ട് ആ ഗുരു പറഞ്ഞിരുന്ന സാധനാതിക്രമങ്ങളൊക്കെ അനുഷ്ഠിച്ച് അനേക വർഷം ആ ഗുരുവിൻ്റെ പുറകെ നടന്ന് അതേ പന്ഥാവിൽ അതേ താളത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു അഘോരിയൊന്നുമല്ല ഞാൻ. പ്രകൃതിയുടെ ഉപാസകനാണ്. എങ്ങനെ ഇതായെന്ന് ചോദിച്ചാൽ നമ്മൾ വേദാന്ത പദത്തിൽ കൂടെ, തന്ത്രത്തിലെ സമയാചാര മാർഗത്തിൽ കൂടെ കുട്ടിക്കാലം തൊട്ടേ സഞ്ചരിച്ചു തുടങ്ങിയതാണ്. സാധനാവിധികളൊക്കെ ആ വഴിയിലുള്ളതായിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. ഹിമാലയത്തിലും എത്തി, എൻ്റെ ഗുരുദേവനിലും എത്തപ്പെട്ടു. ഗുരുദേവനിലൂടെ ശുദ്ധ സാത്വിക ഭാവമായ തന്ത്രത്തിലൂടെ, കുണ്ഡലിനി തന്ത്രത്തിലൂടെ കടന്ന് എൻ്റെ സമയാചാര വിശേഷങ്ങളിലൂടെ കടന്ന് വന്നു കഴിഞ്ഞപ്പോഴും ഒരപൂർണത അപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. അപൂർണത്തിൽ ലയിച്ചില്ലാണ്ടാവാനുള്ള ആഗ്രഹം. അതിനായിട്ടാവണം ഗുരുദേവൻ തന്നെ നർമ്മദാ തീരത്തേക്ക് അയച്ചു. നർമ്മദാ തീരത്തുള്ള ഒരു ആശ്രമത്തിൽ കുറച്ചു കാലം വസിക്കാനിടയായി. അവിടെ വെച്ചാണ് എൻ്റെ അഘോര ഗുരുദേവൻ സാക്ഷാത് പരമേശ്വരൻ പ്രത്യക്ഷനായി. എൻ്റെ തലയിൽ ഇരു കൈകളും വെച്ച് അനുഗ്രഹിച്ച് എന്നിലേക്ക് ശക്തിവാദത്തിലൂടെ ഈ തന്ത്രവിദ്യയെ ഉണർത്തി തന്നു. അങ്ങനെയാണ് അവധൂതവൃത്തി അല്പകാലം കഴിയാനിടയായി. വളരെ ഇൻറ്റൻസ് ആയിട്ട് തന്നെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടൊരു കാലങ്ങളൊന്നും വേണ്ടി വന്നില്ല. കേവലം 14 വർഷങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതിലൂടെ കടന്നുപോയി അവിടെ വെച്ച് തുടങ്ങിയതാണ് ഈ അഘോരിയുടെ യാത്ര. ആ ശ്രീ പരമേശ്വരൻ കൈലാസത്തിൽ സൂക്ഷ്മ ശരീരത്തിലൂടെ കൊണ്ടുപോയി അവൻ്റെ അതിസൂക്ഷ്മമായ അരൂപമായ രൂപത്തെ കാണിച്ചു തന്ന് അവനിലേക്ക് ലയിപ്പിച്ചില്ലാണ്ടാക്കി. അവിടെ എൻ്റെ അഘോര വൃത്തി, അഘോര പന്ഥ്, അഘോരയുടെ വഴി തുടങ്ങിയായി. അവിടുന്ന് ആ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, താങ്കൾക്ക് ഒരു നാഗയായിരുന്നു എന്ന് കൂടി. അപ്പോ ഈ നാഗ എന്ന് പറയുന്നതും അഘോരി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രാൻസ്ഫോം ആയ മറ്റേതിലേക്ക് ആവുകയാണോ? എങ്ങനെയാണ്? രണ്ട് അവസ്ഥകളാണ്. നാഗ എന്ന് വെച്ചാൽ
ലോകത്തെ ഉപേക്ഷിച്ചവൻ എന്നർത്ഥം. അഘോരി എന്ന് വെച്ചാൽ ശാന്തി തത്വത്തെ പ്രാപിച്ചവൻ, പ്രകൃതിയുടെ ഉപാസകൻ, സ്വാഭാവികൻ എന്നൊക്കെ അർത്ഥം. ഈ മനസ്സിൻ്റെ രണ്ടറ്റങ്ങളാണല്ലോ ഗുരുശിഷ്യന്മാരായിട്ട് ജനിക്കുക. ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് നമ്മളിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അട്രാക്റ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് റിപ്പൽഷൻ, അങ്ങനെ രണ്ട് സാധനമില്ലേ ഇല്ലേ? ഒന്ന് അട്രാക്ട് ചെയ്യപ്പെടുന്നു, ഒന്ന് റിപ്പൽ ചെയ്യുന്നു. ഒന്ന് ബ്ലാക്ക് ഹോൾ എല്ലാത്തിനും വലിച്ചിടുന്നു, ഒന്നെല്ലാം കൊടുക്കുന്നു വൈറ്റ് ഹോൾ. ഇങ്ങനെ കൺസെപ്റ്റ് ഉണ്ട് ഫിസിക്സിൽ പുതിയ ഇല്ലേ? ഇതുപോലെ ഈ രണ്ട് തത്വങ്ങളാണ് ഗുരുശിഷ്യന്മാരായിട്ട് പിറക്കുക. അത് ഗുരുവിന് ഓപ്പോസിറ്റ് ആയിരിക്കും ശിഷ്യൻ. എന്നാൽ ഗുരുവിൻ്റെ ക്യാരക്ടേഴ്സിനെ എല്ലാം ഒരു വശത്തൂടെ കൊണ്ടുവരികയും ചെയ്യും. ഗുരുവും ശിഷ്യൻ രണ്ടാണോ? ഒരു വസ്തുവിൻ്റെ രണ്ട് പോൾസ് അല്ലേ? ഒന്ന് സൗത്ത് പോളെങ്കിൽ ഒന്ന് നോർത്ത് പോൾ എന്ന പോലെ. രണ്ടല്ലത്, രണ്ടായി തോന്നിക്കുന്നെങ്കിലും രണ്ടല്ല, അത് ഒന്നാവുന്നു. ഗുരു നാഗയാണെങ്കിൽ എന്തുകൊണ്ട് അഘോരി ആയിക്കൂടാ ശിഷ്യൻ? അത് ഗുരു അഘോര രൂപത്തിൽ ചെന്നല്ലേ ഉണർത്തി കൊടുത്തത്. ആ ഗുരു തന്നെ പരമേശ്വരൻ അനേക രൂപങ്ങളിൽ വരുന്നു. പക്ഷെ ശിഷ്യന് മാത്രമല്ലേ ഇത് കാണാൻ പറ്റൂ. ഗുരുവിനെ കാണുന്ന ശിഷ്യന്റെ കണ്ണ് വേണ്ടേ? അല്ല, സാമാന്യ ലോകത്തോട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? ഒരു ശിഷ്യനാവൂ, അപ്പോൾ മനസ്സിലാവും ഗുരു എന്താണെന്ന്. അല്ലാത്ത കാലത്തോളം ഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കാം? ഗുരുവിനെ വ്യക്തിയായില്ലേ നമ്മൾ കരുതും. അതുകൊണ്ട് ഗുരുവിനെ അറിയണമെങ്കിൽ, ഈ പന്ഥനെ പറ്റി ആഴത്തിൽ അറിയണമെങ്കിൽ കുറേ തിയറിറ്റിക്കൽ ഇൻഫർമേഷൻ കൊണ്ടോ ഇന്ന് ലോകം പിന്തുടരുന്ന സാമ്പ്രദായികത്തിലൂടെ പോയാലോ ഒന്നും അറിയാൻ പറ്റില്ല. ശിഷ്യൻ ഗുരുവിൽ മരിച്ചില്ലാണ്ടായിരുന്നു. ഒരു തുള്ളി ലയിച്ചില്ലാണ്ടായി സമുദ്രമായി തീരുന്ന പോലെ. ഇപ്പോ താങ്കളിത് പ്രപ്പോസ് ചെയ്യുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു വഴിയാണല്ലോ അഘോര തന്ത്രം എന്നുള്ളത്. ഇതില് അഘോര എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുണ്ട്, ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ. അപ്പൊ അതിലേക്ക് തന്ത്രം എങ്ങനെ കണക്ട് ആവുന്നു? തന്ത്രം എന്ന് പറയുന്നത് അഘോരമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പദ്ധതിയാണോ? എങ്ങനെയാണ് അതിനെ ഒന്ന് ഒരു ലേമാൻസ് ടൈമിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? എന്താ അന്വേഷിക്കുന്നത്? അൾട്ടിമേറ്റ്ലി ശാന്തിയെ, ആനന്ദത്തെ, സുഖത്തെ, ഇതല്ലേ കൊതിക്കുന്നത്. അതിലെത്തിച്ചേരാൻ രണ്ട് മാർഗങ്ങളാവുന്നത്. ഒന്ന് യോഗമാർഗം, നേരെ ശാന്തിയെ പിടിക്കുക, ജ്ഞാനത്തെ പരിപോഷിപ്പിച്ച് അതിലേക്ക് അമർന്നിരിക്കുക. രണ്ട്, ലോകത്ത്, ഈ അജ്ഞാന നിബിഡമായ ലോകത്ത് വിജ്ഞാനം നേടി ലോകത്ത് ജീവിച്ച് അജ്ഞാനത്തിലേക്ക് ലയിക്കുക. അത് പ്രകൃതിയുടെ വഴി, തന്ത്രമാർഗം. ഒന്ന് യോഗമാർഗം, ഒന്ന് തന്ത്രമാർഗം. അഘോരതന്ത്രത്തിൽ രണ്ടും സംയോജിക്കുന്നു. ശിവനെയും ശക്തിയും ഒരുമിച്ചാണ് ഉപാസിക്കുന്നത്. ശിവനായിരുന്ന ശക്തിയും ശക്തിയായിരുന്ന ശിവനെയും ഉപാസിക്കുക. മനസ്സിന് രണ്ടു വശവും സമീകരിക്കുക. രണ്ടു വശവും ആ യോഗസ്ഥിതിയിൽ, യോഗസ്ഥിതി എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം, സമാധി എന്നൊക്കെ വിളിക്കുന്ന ആ തലത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണല്ലോ ഉദ്ദേശം. അതിന് ഉപയോഗിക്കുന്ന ടെക്നിക് അല്ലെങ്കിൽ ടെക്നോളജിയാണ് തന്ത്രം. അഘോരതന്ത്രം എന്നാൽ അഘോരിൽ നിന്ന് വരുന്ന തന്ത്രം. അഘോരം നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ടെക്നിക്, ടെക്നോളജി. അഘോരൻ്റെ വഴിയിൽ സഞ്ചരിച്ചു നോക്കുക. എത്തിച്ചേരേണ്ട എവിടെയാണ്? ആ പരമസുഖത്തിലാണ്. അതിനുവേണ്ടിയുള്ള പ്രയാണമാണ് അഘോരതന്ത്രം. അതിൽ ധ്യാനസൂത്രം അഭ്യസിപ്പിക്കുന്നു. അതിലൂടെ വിപാസനാവിധികളും ഉപാസനാവിധികളും നമ്മൾ അഭ്യസിപ്പിക്കുന്നുണ്ട്. പരീക്ഷ നോക്കിയാലേ അറിയാൻ പറ്റൂ. കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ നോർമൽ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകുന്ന ഒരാൾക്ക് അഘോരതന്ത്രം എന്ന് പറഞ്ഞ് ഈ കൊടുക്കുന്ന അതൊരു ടെക്നിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൊടുക്കുന്ന ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുക? എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? ഈ പറയുന്ന ഫിലോസഫിക്കൽ വലിയ വണ്ടർസ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഒഴിച്ചു നിർത്തി നമുക്കിത് ബെയർ ബോൺസ് ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ, മനുഷ്യൻ നല്ല ആഹാരം കഴിച്ച് പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് സുഖമായിട്ട് ഉറങ്ങി അവനവൻ്റെ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു പോയാൽ ജീവിതം സുഖമായിട്ട് തീരാവുന്നേ ഉള്ളൂ, അല്ലേ? സംശയമുണ്ടോ? ഇത് കോമൺ സെൻസ് അല്ലേ? പക്ഷെ ആഗ്രഹങ്ങൾ അവിടെ ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ.
നിൽക്കൂ, ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ച് ഇങ്ങനെയല്ലേ ജീവിക്കേണ്ടത്? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്, പ്രകൃതിയുമായിട്ട് ഇണചേർന്നാണ് ജീവിക്കേണ്ടത്, പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്നാണ് ജീവിക്കേണ്ടതെന്ന്, സ്വാഭാവിക ജീവിതമാണ് ജീവിക്കേണ്ടതെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇതിനാരും വിരുദ്ധരാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 10,000 വർഷം മുമ്പോ അല്ലെങ്കിൽ 2000 വർഷം മുമ്പോ നമ്മൾ അരിയാഹാരം കഴിച്ചിരുന്നു, ഇന്നും കഴിക്കുന്നു. അന്നും ഗോതമ്പോ പച്ചക്കറികളോ ഒക്കെ ഭക്ഷിച്ചിരുന്നു, ഇന്നും നമ്മൾ ഭക്ഷിക്കുന്നു, ഇല്ലേ? മത്സ്യമാംസാദികൾ അന്നും ഭക്ഷിച്ചിരുന്നു, ഇന്നും കുറേ ആൾക്കാർ ഭക്ഷിക്കുന്നുണ്ട്. എന്താ മനുഷ്യൻ മാറിയിരിക്കുന്നത്? നമ്മുടെ ധാരണകൾ മാറിയിരിക്കുന്നു. ലോകത്തിൻ്റെ പുറമെയുള്ള തോടിൽ കവറിൽ ഇതിൻ്റെ ഷെല്ലിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. മാറ്റങ്ങളൊക്കെ ഉപരിപ്ലവമല്ലേ? ഇന്നും മനുഷ്യൻ ശാന്തിയെ കൊതിക്കുന്നുണ്ടോ? ഇന്നും മനുഷ്യൻ പ്രേമത്തെ, ആനന്ദത്തെ കൊതിക്കുന്നുണ്ടോ? സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സൗഖ്യം, ശാരീരികം, മാനസികം, ആധ്യാത്മികമായിട്ടുള്ള സുഖത്തെ കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും സുഖത്തെയല്ലേ കൊതിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ, ഇന്നത്തെ ലോകത്ത് പ്രകൃതിയുമായി നമുക്ക് സംസർഗത്തിൽ ഏർപ്പെടാനുള്ള അവസരമില്ലെങ്കിൽ, മനുഷ്യൻ ദ്രവിച്ച് നശിച്ചു മരിച്ചു പോയില്ലേ ഉള്ളൂ. അതിനോട്, അതായത് പ്രകൃതിയോട്, ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെടുവാൻ ഒരു മാർഗം നമുക്ക് എക്കാലത്തും വേണ്ടേ? അതിലേക്കുള്ള ടെക്നിക്ക് നമുക്ക് വേണ്ടേ? പഴയതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇന്ന് നമ്മൾ പുതിയ ടെക്നോളജിയല്ലേ ഉപയോഗപ്പെടുത്തുന്നത്. പഴയ ടെക്നോളജികൾ എത്രയോ പിന്തള്ളി ഇല്ലേ? നമ്മൾ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു പരിണാമം നമുക്കിന്ന് ആവശ്യമില്ലേ? കാര്യങ്ങളൊക്കെ പഴയ തന്നെ, പഴയ ആഹാരം കഴിക്കുന്ന പോലെ പഴയ മനസ്സ് തന്നെ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പ്രിഫറൻസസ് മാറിയിരിക്കുന്നു. പണ്ട് റോട്ടി കപ്പട മക്കാൻ എന്ന് പറയുമായിരുന്നു, ഇല്ലേ? വസ്ത്രം, ആഹാരം, വസ്ത്രം, വീട്, ഇതാണോ ഒന്ന് അടിസ്ഥാന ആവശ്യം? വളരെ മാറിയിരിക്കുന്നില്ലേ? ഇന്ന് കാർ ഒരു ലക്ഷറി ആണോ ഒരു കാർ ഓൺ ചെയ്യാന്ന് വെച്ചാൽ? അല്ലല്ലോ. ഇന്ന് കാലത്ത് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാന്ന് വെച്ചാൽ വലിയ എലീറ്റ് ക്ലാസ്സിനുള്ളതൊന്നും അല്ലല്ലോ. അത് സാധാരണക്കാരനും യാത്ര ചെയ്യാം, ഇല്ലേ? ഇന്ന് മൊബൈൽ ഫോൺ ആർക്കും വാങ്ങാം. പണ്ട് കാലത്ത് സാധാരണ വീട്ടിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നോ? വളരെ അപൂർവം വീടുകളിലല്ലേ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കാലം മാറുന്നതനുസരിച്ച് എല്ലാ രീതികളും മാറുമെങ്കിലും, മനസ്സിൻ്റെ പ്രിഫറൻസസ് മാറുമെങ്കിലും, അടിസ്ഥാനപ്പെട്ട മനസ്സ് ഉണ്ട്, ലോകം ഉണ്ട്, ഞാൻ ഉണ്ട്. എനിക്കെങ്ങനെ സ്വസ്ഥമായിരിക്കാം എന്നുള്ള അന്വേഷണം എല്ലാവരിലും ഉണ്ട്, ഇല്ലേ? എനിക്കെങ്ങനെ സുഖമായിരിക്കാനുള്ള അന്വേഷണം എല്ലാവരിലും ഉണ്ട്. അതിന് കാലങ്ങൾ മാറുന്നതനുസരിച്ച് വ്യത്യസ്തമായ പദ്ധതികൾ ഗുരുക്കന്മാർ ആവിഷ്കരിച്ചിരുന്നു, എക്കാലത്തും ഉണ്ടായിരുന്നു. അത് ഗുരുവിൻ്റെ പദ്ധതിയാണ്. യാഥാർത്ഥ്യത്തിൽ അഭിരമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആവാം, സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ആവാം. ഈ രണ്ടിനും നൽകുന്ന ഒരു സമ്പൂർണ്ണ പരിഹാരമാണ് അഘോരതന്ത്രവും അതിൻ്റെ ധ്യാനസൂത്രവും അതിൻ്റെ ഉപാസനാ പദ്ധതികളും. ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ, വെരി യൂസ്ഫുൾ ഫോർ എവ്രി വൺ, എസ്പെഷ്യലി ഇൻ ദിസ് fast-paced modern life. ഷംഹിദ് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? ഈ ഒരു തന്ത്രത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പൊ അങ്ങയുടെ സ്റ്റോറി ആണെങ്കിൽ അത് എല്ലാവരും വിശ്വസിക്കണം എന്നില്ലല്ലോ. ലൈക്ക് അതൊരു ട്രൂത്ത് ആണെന്ന് എന്ത് ഉറപ്പുള്ളത്? ഇത് ട്രൂത്ത് അല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊരു സ്റ്റോറി അല്ല, എൻ്റെ അനുഭവമാണ്. ഇതറിയണമെങ്കിൽ എന്നെ പരീക്ഷിച്ചു നോക്കാതെ എങ്ങനെ അറിയാൻ പറ്റും? ദൂരത്തിരുന്ന് എന്നെ നിർവചിച്ച് അറിയാൻ സാധ്യമാണോ? എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ തൊടൂ, സ്പർശിക്കൂ, എന്നെ അനുഭവിക്കൂ, അറിയൂ, പരീക്ഷിക്കൂ, നിരീക്ഷിക്കൂ, ചോദ്യം ചെയ്യൂ. നിങ്ങളുടെ ജിജ്ഞാസയൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ മാത്രം അംഗീകരിച്ചാൽ മതി. ഒരു നിർബന്ധമില്ല അംഗീകരിക്കണമെന്ന്, ഒരു നിർബന്ധമില്ല ഫോളോ ചെയ്യണമെന്ന്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ട്രൈ ഇറ്റ്. അല്ലാതെ എന്ത് പറയാൻ പറ്റും?
ഞാൻ പറയുന്നതുകൊണ്ട് വിശ്വസിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്ക് വിശ്വാസമേ വേണ്ട. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളുടെ അനുഭവത്തിലുണ്ടാവട്ടെ. അപ്പോൾ പിന്നെ വിശ്വസിക്കേണ്ട കാര്യം എന്ത്? നിങ്ങൾക്ക് ഉറപ്പായില്ലേ? പരീക്ഷിച്ചാൽ മാറ്റം വരുമെന്ന് ഉറപ്പുണ്ട്. പരീക്ഷിക്കാതെ അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയുന്നു വരൂ, വെല്ലുവിളിക്കുന്നു, പരീക്ഷ നോക്ക്. പ്രയോജനമില്ലെങ്കിൽ അത് പറ, ഉണ്ടെങ്കിൽ അതും പറ. ധൈര്യമുള്ളൊരു വാ. കടുവയുടെ മടയിലേക്ക് കയറി വരണമെങ്കിൽ അല്പം ധൈര്യം വേണം. You are in the cave of a tiger. Yes, I am dangerous. But if you want to win your mind, you need to be dangerous too. പൂച്ചക്കുഞ്ഞും കടുവ കുഞ്ഞുങ്ങളാവാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കടുവയാവണമെങ്കിൽ, അല്ലെങ്കിൽ കടുവയാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. ഭീരുക്കൾക്ക് പ്രവേശനമില്ല. താങ്കൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ബാധ, ഉപദ്രവം, മൈൻഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ എനർജി ഫോംസ് ആയിട്ട് തന്നെ പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേപോലെയുള്ള ഫോക്കോൾഡ് വണ്ടറസ് ആയിട്ടുള്ള തിങ്സ്, അല്ലെങ്കിൽ സയൻസിന് നിരക്കാത്ത കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത് എത്രത്തോളം ക്രെഡിബിൾ ആണ്? സയൻസിന് നിരക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നു. സയൻസ് എന്ന് വെച്ചാൽ എന്താ? പരീക്ഷിച്ച് നിരീക്ഷിച്ച് ഉറപ്പ് വന്നതും ആർക്കും പരീക്ഷിച്ച് ആ നിഗമനത്തിൽ എത്താവുന്നതുമായ സെറ്റ് ഓഫ് റിയാലിറ്റി അല്ലേ സയൻസ് എന്ന് പറയുന്നത്? അങ്ങനെയല്ലേ? സയൻറ്റിഫിക് ആയിട്ട് ഇത് പറയണമെങ്കിൽ നിങ്ങളല്ലേ സയൻറ്റിഫിക് ആയിട്ട് ഇത് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളല്ലേ ഇത് പരീക്ഷിച്ച് നോക്കേണ്ടത്? നിങ്ങളുടെ നിരീക്ഷണത്തിൽ കൂടെയല്ലേ നിങ്ങൾക്കത് ഉറപ്പ് വരേണ്ടത്? നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ അത് സ്ട്രോങ് ആയി. അങ്ങനെയല്ലേ വേണ്ടത്? ഞാനുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്തിനു അംഗീകരിക്കണം? ഞാൻ പറയുന്നതിനെ വെറുതെ എന്തിന് കണ്ണുടച്ച് വിശ്വസിക്കണം? നിങ്ങൾക്ക് പരീക്ഷ നോക്കൂടെ? നല്ല മാർഗം ഞാൻ തരില്ലേ? വഴി ഞാൻ കാണിച്ചു തരാം. പരീക്ഷ നോക്ക്. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വാലിഡേഷൻ നിങ്ങൾ കൊടുക്ക്. മറ്റാരെങ്കിലും പറഞ്ഞിട്ടുള്ള വാലിഡേഷൻ നിങ്ങൾക്ക് എന്ത് വേണം? അതും കേവല വിശ്വാസമല്ലേ? കാരണം ഇന്ന് സയൻസ് പറയുന്ന കാര്യം നാളെ മാറ്റി എഴുതാറില്ലേ? കാരണം എന്താ? ഇതുവരെയുള്ള അറിവ് ഇങ്ങനെയാണ്. ഇനി മുന്നോട്ട് അറിവ് വരുമ്പോൾ ഈ അറിവുകളെ പാടെ തച്ചുടക്കുന്നതായിരിക്കും പലവിധ അറിവുകളും. അങ്ങനെയല്ലേ സയൻസ് കണ്ടുവരാറുള്ളത്? ഇന്ന് വരെയുള്ള വിശ്വാസങ്ങൾ മാത്രമല്ലേ ആ സയന്റിസ്റ്റിന് വരത്തി പരീക്ഷിച്ചു നിരീക്ഷിച്ചു. അതിനുപയോഗിച്ച മെത്തഡോളജി തെറ്റാണെങ്കിൽ റിസൾട്ട് തന്നെ മാറിപ്പോവില്ലേ? അങ്ങനെ സംഭവിക്കാറില്ലേ? അങ്ങനെയാണല്ലോ കൂടുതൽ സംഭവിച്ചു വരാറും. ഇത് നിങ്ങളുടെ ശാസ്ത്രമാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സയന്റിഫിക് എക്സ്പീരിയൻസ് ആക്കി, എക്സ്പീരിമെന്റ് ആക്കി മാറ്റ്. വഴി ഞാൻ കാണിച്ചു തരാം. ചുമ്മാ വിശ്വസിക്കണ്ട, അന്ധമായി വിശ്വസിക്കണ്ട, വിശ്വസിക്കുകയേ വേണ്ട. പരീക്ഷിക്കുക, നിരീക്ഷിക്കുക, ചോദ്യം ചെയ്യുക. ഉറപ്പ് വന്നാൽ പറഞ്ഞു കൊടുക്കുക. അത് ഒരേ ബാധയുണ്ട്, ഭൂതമുണ്ട്, പ്രേതമുണ്ട്, പിശാചുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇതിനെ വല്ലതും പേടിക്കണമെന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അന്യമാണെന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് നിയന്ത്രിക്കാനുള്ള ശക്തി ഇല്ലെന്ന്? ഞാൻ പറഞ്ഞെന്താണ്? ഇവയൊക്കെ കേവലം നിങ്ങളുടെ ശക്തി മാത്രമാണ്. കാരണം നീ ശിവനാവുന്നു, നീ ശിവതത്വമാകുന്നു, ആ പരമാർത്ഥ തത്വമാകുന്നു, സാക്ഷാത് ഈശ്വരനാവുന്നു നീ. ഇതെല്ലാം നിന്റെ കേവല അംശങ്ങൾ മാത്രം. നീ ആ സത്യത്തിലുണര്. എന്നിട്ട് പറ, ഇല്ലയോ ഉണ്ടോന്ന്. നിന്റെ സ്വന്തം അനുഭവം പറ. വല്ലവരും കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞ വിശ്വാസങ്ങളല്ല. നിന്റെ അനുഭവത്തിന് വില കൊടുക്കുക. ഇതാ ഭാരതീയ പാരമ്പര്യം. ഇതാണ് ശാസ്ത്രീയം. സയന്റിഫിക് അല്ല, ശാസ്ത്രീയം. സ്വയം അനുഭവിച്ചാണ് ശാസ്ത്രം. വല്ലവരും പറഞ്ഞു തന്നാണ് സയൻസ്. ഇപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാധ, പ്രേതം, ഭൂതം, അല്ലെങ്കിൽ എന്താ കുട്ടിച്ചാത്തൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്.
ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബോഡിയുടെ പുറത്തായിട്ട് മൈൻഡിന്റെ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്ന രീതിക്കല്ലാതെ ഇപ്പം ഞാനും താങ്കളും ഇരിക്കുന്നത് പോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഈ ചോദ്യം തന്നെ അജ്ഞാന ജടിലമാണ്. കാരണം ഈ വിശ്വം മൊത്തം ഒരേ മനസ്സാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ. ഈ ചോദ്യം ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണെന്നുള്ള തലത്തിൽ നിന്നുണ്ട് അല്ലേ. അപ്പൊ ചാത്തനെയും മറുതയും കുട്ടിച്ചാത്തനെയും പറച്ചാമുണ്ടിയും യക്ഷിയൊക്കെ പുറത്ത് കാണണം, ഇതല്ലേ ചോദിക്കുന്നത്. ഇത് പുറത്തുണ്ടോ എന്ന്. പുറത്തുള്ള മനസ്സാണെങ്കിൽ, പുറത്തുള്ള മൊത്തം വിശ്വമനസ്സ് ഒരേ മനസ്സേ ഉള്ളെങ്കിൽ ആ മനസ്സിലല്ലേ ഇതെല്ലാം. എങ്ങനെ ഉത്തരം കിട്ടണം? ഇനി പുറത്ത് ഫിസിക്കലായിട്ട് കാണണമെന്ന് വെച്ചാൽ കാണാം, പക്ഷെ അത് മനസ്സല്ലേ, നിങ്ങളുടെ തന്നെ പ്രൊജക്ഷൻ അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് സത്യ ദൃഷ്ടിയിലൂടെ അങ്ങനെയാ കാണുക. ഇനി ഞാൻ വ്യക്തിയാൻ ധരിച്ചാലോ, ഉണ്ട്, ചാത്തനുണ്ട്, മറുതയുണ്ട്, ഓരോ പേരിട്ട്. ചിലടത്ത് ജിന്നെന്ന് വിളിക്കും, ചിലത്ത് ഏഞ്ചൽസ് എന്നും ഡെവിൾസ് എന്നും ഒക്കെ വിളിക്കും ഇല്ലേ. പല ഭാഷയിൽ പല പേര് പറയപ്പെടുന്നതൊക്കെ ഇതേ ശക്തികൾ തന്നെയാണ്. പ്രപഞ്ചത്തെ സകല ശക്തികളും ഉണ്ട്. ഇതൊന്നും വെറുതെ എഴുതപ്പെട്ട വാക്കുകളൊന്നും അല്ല. എൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ഇൻറ്റൻസിറ്റി, എൻ്റെ സ്വഭാവം, എൻ്റെ ഗുണദോഷങ്ങൾ, എൻ്റെയൊക്കെ പവേഴ്സ്, സോ കോൾഡ് പവർ ഓഫ് ദി മൈൻഡ്, അത് ആർജിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കനുസരിച്ചാണ് പല പേരും വരുന്നത്. ഇങ്ങനെ പല രൂപത്തിലേക്ക് നീയും മാറി മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. മനസ്സുകൾ ഈ പല രൂപങ്ങളിൽ കൂടെ കയറി മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. രാഗദ്വേഷങ്ങൾ സകല മനസ്സുകളിലും ചലിക്കുന്നതാണ്. അതിലിതെല്ലാം ഒളിച്ചിരിപ്പുണ്ട്. ഇനി അതിനൊരു രൂപത്തിൽ കാണണമെങ്കിൽ യു നീഡ് ടു ഫോക്കസ് ഓൺ ഇറ്റ് ആൻഡ് ഐ വിൽ ടീച്ച് യു ദി ടെക്നിക്. യു വിൽ ടീച്ച് ദ ടെക്നിക് എന്ന് പറയുമ്പോൾ I will teach the technique എന്ന് വെച്ചാൽ I will teach the technique. Who else will teach you? നിങ്ങൾക്ക് കുട്ടിച്ചാത്തനെ അറിയണം, അനുഭവിക്കണം. യക്ഷ അല്ലെങ്കിൽ ഗന്ധർവ അല്ലെ രാക്ഷസ, ദാനവ ആദി ശക്തികളുണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യ പേരുകൾ ഇവർക്കുള്ളത്. യക്ഷിണികൾ, സർപ്പിണികൾ എന്നൊക്കെ പല രീതിയിൽ സ്ത്രീകളിലും സ്ത്രീ ഊർജങ്ങളെയും പറയാറുണ്ട് ഇല്ലേ. ഇതിനെ അനുഭവിക്കണോ, അതിനോരോന്നിനും അതിൻ്റെ വിധിവിധാനങ്ങളുണ്ട്. അതിനുള്ള യന്ത്രങ്ങളുണ്ട്, അതിനുള്ള മന്ത്രങ്ങളുണ്ട്, അതിനുള്ള ആവാഹന ക്രിയ കർമ്മങ്ങളുണ്ട്. ഒരെണ്ണം പഠിച്ചാൽ എല്ലാം അറിയാവുന്നല്ല അർത്ഥം. സത്യം പറഞ്ഞാൽ എല്ലാം അറിയാം. അപ്പൊ ഇതിലൊന്നും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ വെളിപ്പെടും. അതുവരെ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, ഇതൊക്കെ ഉള്ളതാണ്. ഇതിന് ഓരോന്നിനും യന്ത്ര വിധി വിധാനങ്ങൾ പ്രകാരം ഉപാസിച്ചതിനൊക്കെ അറിയാൻ സാധ്യമാണ്. ഇത് മണ്ടത്തരമൊന്നുമല്ല. പരീക്ഷ നോക്കൂ, എന്നിട്ടില്ലെന്ന് പറ. 40 ദിവസം ചെയ്താൽ മതി, കൂടുതൽ നാളൊന്നും ഞാൻ പറയുന്നത്. പക്ഷെ 41 ദിവസമെങ്കിലും അധ്വാനിക്കാൻ പറ്റുമോ? റാം ചേട്ടാ, അറിയാനുള്ള ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ അറിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ എന്തിനറിയണം? ആഗ്രഹമുള്ളവർക്ക് മതി. ആഗ്രഹമില്ലാത്തവർ എന്തിനും ആവശ്യമില്ലാത്ത കാര്യം പുറകെ പോണേ. ഇതൊക്കെ അറിയാൻ പോയി കഴിഞ്ഞാൽ വർഷങ്ങളോളം അതിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കും. പിന്നെ ഊരി എടുക്കണം അവിടുന്ന്. ഏത് ലൂപ്പിൽപ്പെട്ടാലും മനസ്സവിടെ കിടക്കും എന്നുള്ളത് മറക്കരുത്. അവിടുന്ന് ഊരി എടുക്കണം മനസ്സിനെ. അതിനെ അവിടുന്ന് ഉദ്ധരിച്ചുകൊണ്ട് വരണം. തളർത്താതെ മനസ്സിനെ പിടിച്ചു പൊക്കിക്കൊണ്ട് വരണം. സത്വഗുണം വർദ്ധിപ്പിക്കണം. അല്ല നടക്കില്ല. അതല്ലേ സാധനാ വിജയികളെ കൊണ്ടുവരിക. അല്ല ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ. ഇപ്പൊ കർണവിശാചിനി ചെവിക്കാത്ത വന്ന രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആരെ പറ്റി എന്ത് ചോദിച്ചാലും. എന്ത് കാര്യവും പറഞ്ഞു തരും. ഉപാസനയുണ്ട്, ചെയ്തു നോക്ക്. സമയമെടുത്തേക്കും. ജീവിതത്തിൽ മറ്റുള്ള ഡയറക്ഷനിൽ നിന്നൊക്കെ നിങ്ങൾ ഉരുമാറും. കാരണം അതിലേക്ക് പോകുമ്പോൾ അതിലായിരിക്കുമല്ലോ ഫോക്കസ്. മനസ്സും ശരീരവും ഒക്കെ അതനുസരിച്ച് അത് രൂപപ്പെടുത്തിയെടുക്കും. അതിന് അനുയോജ്യമായിട്ടുള്ള ടൂളായി നിങ്ങൾ മാറും. വിൽ ബിക്കം എ ടൂൾ ടു ആക്സസ് ദാറ്റ്. അപ്പൊ അതിന്റെ സിദ്ധികൾ നിങ്ങൾ കൂടെ പ്രവഹിക്കും. അത്രേ ഉള്ളൂ. മനസ്സിന്റെ ഫോക്കസ് ഇതല്ല. സരള ഭാഷയിൽ പറഞ്ഞാൽ ഇൻ ഡയറക്റ്റ് ലാംഗ്വേജ്. പക്ഷെ അതിനൊരു ടെക്നിക്കുണ്ട്. ചില ഫുട്ബോളിൽ കിടന്ന് കാണിക്കുന്ന കണ്ടില്ല അഭ്യാസങ്ങൾ, കസർത്തുകൾ. എങ്ങനെ അത് ചെയ്യുന്നു അത്ഭുതപ്പെടില്ല നമ്മൾ. അഭ്യാസം
അഭ്യാസം. അഭ്യാസം കൊണ്ട് ഭൗതിക ലോകത്ത് തന്നെ മനുഷ്യൻ എന്ത് നേടിയെടുക്കുന്നില്ല? മനസ്സിൻ്റെ ലോകത്ത് എന്തൊക്കെ നേടിയെടുക്കുന്നില്ല? ഇതെല്ലാം മനസ്സിൻ്റെ ലോകമാണ്, സാധ്യമാണ്. ഗുണം ചോദിക്കരുത്, അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അഘോരതന്ത്ര പദ്ധതിയിൽ ഹവനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ളത് പ്രകാരം നമ്മുടെ ഈ ഹവനത്തിലൂടെ ഉള്ള കെട്ടുപാടുകളും കർമ്മദോഷങ്ങളും ഇതുപോലുള്ള ബാധാപദ്രങ്ങളും എല്ലാം ദൂരീകരിക്കപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? ഈ തന്ത്രമാണോ, വേദമാണോ? ഇതിന്റെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരാള് അഘോരതന്ത്രം സാധനയ്ക്ക് വരുന്ന ഒരാള് ഇതിലേക്ക് എന്ത് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയാണ് എൻ്റർ ചെയ്യേണ്ടത്? നമ്മൾ തപസ്സിനൊരു ഗുഹയിലേക്ക് പോവാം. ഭൂമിക്കടിയിൽ ഒരു 350 മീറ്റർ താഴെയുള്ളൊരു ഗുഹയിലേക്ക് അകത്തേക്ക് കടന്നു. അവിടെ സൂര്യൻ്റെ പ്രകാശം എത്തുന്നില്ല, ചന്ദ്രൻ്റെ കിരണങ്ങൾ എത്തുന്നില്ല, സൂര്യനും ചന്ദ്രനും ഇല്ല. അവിടെ എനിക്ക് ജ്വലിപ്പിക്കാവുന്നത് അഗ്നി മാത്രമാണ്. അഗ്നി ജ്വലിക്കുന്നതനുസരിച്ച് വായുവിൻ്റെ പ്രവാഹം ഉണ്ടാവും. ശരിയാണോ? കാരണം ചൂടായ വായു ഉയർന്ന് പുറത്തേക്ക് തള്ളിപ്പോവും, തണുത്ത വായു ആ സ്ഥലത്തേക്ക് പ്രവേശിക്കും. ആണോ? അവിടെ ഒരു അഗ്നികുണ്ഡം ഞാൻ ജ്വലിപ്പിച്ചാൽ അവിടെ വായു സഞ്ചാരം ഉണ്ടാവുമല്ലോ, പ്രാണശക്തി അവിടെ ജ്വലിച്ചു തുടങ്ങില്ലേ. മാത്രം അകത്തുള്ള ഇരുട്ട്, ഗുഹാ അന്തർഭാഗത്ത് എത്ര ഇരുട്ടായിരിക്കും. അവിടെ പ്രകാശം കത്തുമ്പോൾ എന്താവും? അവിടെയുള്ള ഓരോ വസ്തുക്കളെ എനിക്ക് നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും പറ്റും. എന്തിൻ്റെ വെളിച്ചത്തിൽ? അഗ്നിയുടെ വെളിച്ചത്തിൽ. കാരണം അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല. അഗ്നിയുടെ വെളിച്ചത്തിൽ മനസ്സിലാവും. അഗ്നി എന്നെ ഓരോ ലോകത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ എനിക്ക് കേവല നിശബ്ദതയായിരിക്കും. ചീവിയുടെ കയറിയുന്ന സ്വരമില്ലേ, അതുപോലെ ധ്യാനമണ്ഡലത്തിൽ കിടങ്ങുമ്പോൾ സ്വരം ഉണ്ടാവും. അവിടെ ഒരു തെളിഞ്ഞ ഒരു ബ്ലൂ ടിൻറ്റിലെ പ്രകാശം ആ ലോകത്ത് നിങ്ങൾ കിടക്കുക. അതിലൂടെ നിങ്ങൾ കാണുന്ന ഈ ലോകത്ത് കാണുന്ന പോലെ ഇത്ര കളർഫുൾ അല്ല, വളരെ മിസ്റ്റിക്കലായിട്ടൊരു വേൾഡിൽ കൂടെ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിച്ചു തുടങ്ങാം. അവിടെ ഇരുന്ന അഗ്നി വെളിച്ചത്തിൽ നിങ്ങൾ ജപിക്കുന്നു. ജപങ്ങൾ എന്തിനാണ്? ആ പ്രത്യേക എനർജിയെ അല്ലെ ആ പ്രത്യേക മനസ്സിൻ്റെ അവസ്ഥയെ ഇവോക്ക് ചെയ്യാൻ അല്ലേ. ആ സ്പന്ദനം കൊണ്ട് നിങ്ങൾ മനസ്സിനെ ആ പ്രത്യേക ഊർജ്ജ സ്ഥലങ്ങളുമായിട്ട് സ്പന്ദിപ്പിച്ച് അഗ്നി സംസർഗത്തിൽ നിങ്ങളുടെ മനസ്സിലെ മറ്റു വിചാരങ്ങളെല്ലാം നിങ്ങൾ അഗ്നിയിലേക്ക് കത്തിക്കുകയാണ്. നിങ്ങൾ തപ്പിപ്പിക്കുകയാണ്. ആരെ? നിങ്ങളുടെ മനസ്സിനെ. ഇതിൻ്റെ പേര് തപസ് എന്ന് പറയും. സ്വാഹ. സ്വയത്തെ തന്നെ അതിലേക്ക് സമർപ്പിക്കുക. ഞാനെന്ന വ്യക്തി ബോധത്തെ പതുക്കെ സമർപ്പിച്ച് ഈ ലോകത്ത് നിന്ന് ഞാൻ ഒത്തിരി ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നു. ഭൂമിയുടെ അഗാധതയിൽ, മനസ്സിൻ്റെ ആഴങ്ങളിൽ, അൺകോൺഷ്യസ് മൈൻഡിൻ്റെ, എൻ്റെ തന്നെ വിശാല ശരീരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാൻ ഇറങ്ങി പോവുകയാണ്. ആ ലോകത്തോട് ഇറങ്ങി അനേക കാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ എത്തിപ്പെടുന്ന സ്ഥലമുണ്ട്, പ്രകാശത്തിൻ്റെ പുഞ്ചിയിൽ. വീണ്ടും ഞാൻ സഹസാറിലെത്തും. താഴോട്ട് പോയാലും മേലോട്ട് പോയാലും ഇതേ അവസ്ഥ തന്നെ. അഘോരതന്ത്ര ധ്യാന സൂത്രത്തിലൂടെ മുകളിലോട്ടുള്ള യാത്രയാണ്, സമയാചാര മാർഗമാണ്. അഘോരതന്ത്രത്തിൽ അതെല്ലാവർക്കും ഉള്ളതല്ല, ശിഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. അതും മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് ഫോർ ദി മാസസ്, ഇറ്റ്സ് ഓൺലി ഫോർ ദി ഡിസൈപ്പിൾസ്, ദോസ് ഹു ആർ ഡിവോട്ടഡ് ടു ദാറ്റ്. നോട്ട് എവറിബഡി ഈസ് എലിജിബിൾ ഫോർ ഇറ്റ്. ധ്യാനസൂത്രം എല്ലാവർക്കും ചെല്ലാം. അതിലൂടെ സമയാചാര പദ്ധതിയിലൂടെ ഭൂർഭുവസ്വഹ മഹ ജന തവ സത്യലോകത്തിലേക്ക് നേരിട്ടുള്ള പ്രവേശനം, ശുദ്ധമാർഗം. താഴേക്കുള്ള അഘോര തന്ത്രത്തിലെ മാർഗം ഹവനത്തിലൂടെ, ഹോമത്തിലൂടെ, അവനവനെ ബലി കൊടുക്കുന്നതിലൂടെ നേടുക മൃത്യുവ. മൃത്യുവിനെ അറിഞ്ഞവന് മാത്രമേ പുനർജനിക്കാൻ സാധിക്കൂ. അവന് മാത്രമേ ആ സത്യത്തിൽ ഉണരാൻ സാധിക്കൂ. മനസ്സിലാവുന്നുണ്ടോ ഈ സരള ഭാഷ? ഇതിപ്പോ നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ
മിസ്റ്റിക്കലായിട്ട് കാര്യങ്ങളെ മറച്ചു നിർത്തിയിട്ടുള്ള സോ കോൾഡ് സ്പിരിച്വൽ ലീഡേഴ്സിന്റെയും സ്പിരിച്വൽ മാസ്റ്റേഴ്സിന്റെയും ഉള്ള സംസാരം. ഒരുപാട് രഹസ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുമെന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് നേച്ചർ. അപ്പോൾ ഇത് എല്ലാവർക്കും ആക്സസിബിൾ അല്ല എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതൊരു മിസ്റ്റിക് വേൾഡ് ആണ്. കാരണം കുട്ടി 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ വന്നു. കുട്ടി പറഞ്ഞു, എനിക്ക് എന്തിനാ 1ാം ക്ലാസ്, എനിക്ക് PhD മതി. കുട്ടി പറയുന്നു, നിങ്ങൾ എന്തിനാ ഇത്രയും വർഷം എന്നെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യം എന്ത്? എനിക്ക് ലോകം റിസർച്ച് ചെയ്യാനുള്ളതാണ്. ഈ ലോകത്തിലോരോന്നും ഐ എം റിയലി ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. അല്ലേ? എനിക്ക് നിങ്ങളങ്ങ് ഡിഗ്രി തന്നാൽ പോരെ? എന്തിനാ എത്രയേറെ വർഷം എന്നെ പഠിപ്പിക്കുന്നത്? 10 പഠിക്കണം, 12 പഠിക്കണം, ഗ്രാജുവേഷൻ എടുക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം, അത് കഴിഞ്ഞ് PhD പഠിക്കണം. ഇതെന്തിനാ ഇത്? നിങ്ങൾ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ഇരുട്ടിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ നേരിട്ടങ്ങ് പഠിപ്പിച്ചുകൂടെ? എന്തായിരിക്കും ഉത്തരം? യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അടിച്ച് കൊച്ചിന് കൊടുത്തൂടെ? 1ാം ക്ലാസ് വരുന്ന കൊച്ചിന് PhD കൊടുത്തൂടെ? സാധ്യമില്ലെന്ന് തോന്നുന്നുണ്ടോ? സാധ്യമാ അല്ലേ? പക്ഷെ അതിന് വല്ല ഗുണം ഉണ്ടാവുമോ? വല്ല പ്രയോജനം ഉണ്ടാവുമോ? മനസ്സിന്റെ ബുദ്ധിയുടെ ഓരോ തലങ്ങളില്ലേ? ഉറങ്ങിക്കിടക്കുന്നവനെ സത്വത്തിൽ കൊണ്ടുവരാൻ എളുപ്പമല്ല. അതിന് രജസ് ആവശ്യമുണ്ട്. രജസ് വെച്ചാൽ അഗ്നി തന്നെയാണ്. അഗ്നി ഉണർത്തണം. തമസിലാണ്ട് കിടക്കുന്നവനെ പതുക്കെ സത്വത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാകുകയുള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങൾ, ഈ മിസ്റ്റിക് എന്ന് പറയുന്ന ഒരു മിസ്റ്ററി, എ മിസ്റ്റ് അറൗണ്ട് ഇറ്റ് എന്നൊക്കെയല്ലേ, അതുകൊണ്ടാണല്ലോ മിസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഒരു മൂടൽ പടലം. അതെന്താണെന്ന് വെച്ചാൽ മനസ്സിന് എത്ര ശ്രമിച്ചാലും, ബുദ്ധിക്ക് എത്ര ശ്രമിച്ചാലും അത് കണ്ടെത്താൻ സാധ്യമല്ല. എപ്പോഴും എന്തോ അതിനെ മൂടി നിൽക്കുന്ന പോലെ തോന്നും. സത്യം അതിസരളമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിക്കോ മനസ്സിനോ പിടിക്കാൻ സാധ്യമല്ല. അത് സരളമായതുകൊണ്ടാണ്, കഠിനമായതുകൊണ്ടല്ല. ഇഫ് ഇറ്റ് വാസ് സംതിങ് ഡിഫിക്കൽട്ട്, then it would be very easy for the mind and the intellect could grasp it. But അതിസരളമായതുകൊണ്ട് ബുദ്ധി മനസ്സിൻ്റെ ആവശ്യമില്ല അവിടെ. രണ്ടും നിശ്ചലമാകുമ്പോൾ മാത്രം തെളിയുന്നതാണ് സത്യം. ആ സത്യത്തെ കവർ ചെയ്തിരിക്കുന്നതാണ് ഈ ദുരൂഹതകൾ, ഈ മനസ്സിൻ്റെ ശക്തികൾ, സിദ്ധികൾ. അത് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതല്ലേ? അതുകൊണ്ടാണ് അതൊരു മൂടൽ മഞ്ഞ് കൊണ്ട് മറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടെ നടന്നു പോയാൽ മതി. പക്ഷെ അതിനെ യു ഹാവ് ടു ഡെയർ ടു ഡു ഇറ്റ്. അപ്പോൾ അത് പിടികിട്ടും. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് എന്ന്. പക്ഷെ അതുവരെ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന മെത്തഡോളജി കൊണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കൊച്ചിന് PhD കിട്ടില്ല. സിസ്റ്റം ഉണ്ട്, സിസ്റ്റത്തിൽ കൂടെ പോ, മനസ്സിലാവും. സേഫ്റ്റി എന്നൊന്നില്ല കേട്ടോ. There's no safety. It's very dangerous. രണ്ടും രണ്ടാക്കി മനസ്സിലാക്കുക. അഘോരതന്ത്രം, അഘോരതന്ത്ര ധ്യാനസൂത്രം. താങ്കൾ നേരത്തെ പറഞ്ഞു ആ പരമേശ്വര രൂപം വന്നിട്ട് താങ്കളുടെ തലയിലെ 2 കൈകളും വെച്ച് അനുഗ്രഹിച്ചത് ശക്തിപാദത്തിലൂടെയാണ് അഘോരി എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിപ്പെട്ടത് എന്ന്. ഈ ശക്തിവാദം എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, അല്ല ചില ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ, സംതിങ് യു ഫീൽ ഇല്ലേ, സംഭവിക്കാറില്ലേ? ഒരു എനർജി എമനേറ്റ്സ് ഫ്രം ദം. അവരെ കണ്ടാൽ അവരുടെ ദൃശ്യം, അവരുടെ സാമീപ്യം, ഇതൊക്കെ നമ്മൾ എന്തോ ഒരു ഉണർവുണ്ടാക്കും. അതുപോലെ ചില സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്കൊരു ഉണർച്ച ഉണ്ടാവും ഇല്ലേ? ഇതെല്ലാം ആ മനഃശക്തിയാണ്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിയിൽ അത് ഉണർന്നിരിക്കുന്നു, ആ സ്ഥലത്ത് അത് ഉണർന്നിരിക്കുന്നു, ആ ശക്തി. ഇത് നമ്മൾ സാധാരണ സ്ഥലത്തേക്കാൾ ആ സ്ഥലത്ത് പ്രത്യേകം ഫീൽ ചെയ്യാറുള്ളത്. അവിടെ ഊർജം കുറച്ചുകൂടെ ഡൈനാമിക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു അർത്ഥം. ആ വ്യക്തിയിൽ ഊർജം ഡൈനാമിക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു, ആ സ്ഥലത്ത് ആ ഊർജം ഡൈനാമിക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. യു കുഡ് ഫീൽ ഇറ്റ്. ഇത് ഒരു വ്യക്തിക്ക് അഭ്യാസം കൊണ്ടോ, ഒരു വ്യക്തിയുടെ മുജ്ജന്മ എല്ലാ അഭ്യാസം തന്നെയാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം, കൊണ്ട് ആ സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ആളിൽ നിന്നും അത്ര ഊർജത്തിന് പ്രവാഹമായിരിക്കും ഉണ്ടാവുക. അത് വളരെ ഇൻറ്റൻസ് ആയിരിക്കും. അതിൻ്റെ നിയന്ത്രണവും ആ വ്യക്തിയിൽ ഉണ്ടാവും.
അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ഒളിച്ചു വെക്കാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പകർന്നു കൊടുക്കാം. അങ്ങനെ പൂർണ്ണമായും മനസ്സിനെ വശത്താക്കിയ ആൾക്ക് ശക്തിപാതം, ഈ ഊർജത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആ ശക്തിയെ ഒരാളിലേക്ക് പതിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരാളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. ഇതാണ് ശക്തിപാതം. അവരുടെ അതേ അവസ്ഥയുടെ ഒരു അംശം ഒരു വിളക്ക് കൊണ്ട് വേറൊരു വിളക്ക് കൊളുത്തുന്ന പോലെ അവർക്ക് നഷ്ടമൊന്നുമില്ലാതെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമാണ്. നമ്മളെ കാണിച്ചു തന്നു, മോനെ ഇവിടെയാണ് നീ ജോലി ചെയ്യാൻ പോകുന്നത്, നാളെ തൊട്ട് നീ സ്വയം എത്തിക്കോണം. നമുക്ക് ആദ്യം സ്ഥലം പരിചയപ്പെട്ടു, നമ്മൾ സ്വയം വന്ന് കൂടുതൽ അതിനെപ്പറ്റി അറിഞ്ഞുകൊള്ളുക. അഘോരിയാണ് അഘോരിയെ ഉണർത്തിയത്. അഘോരി എന്ന വെളിച്ചം അല്ലെങ്കിൽ എന്ന വിളക്ക് അഘോരി എന്ന കുഞ്ഞു വെളിച്ചത്തെ ഒന്ന് തെളിച്ചു കൊടുത്തു. ഇനി അഘോരി സ്വയം തെളിഞ്ഞോണം. അനുഭവിച്ചല്ലോ, ഇനി അതിൽ എത്തിപ്പെട്ടോണം. അതിന് കർമ്മങ്ങൾ ഒഴിവാക്കാനുണ്ട്. അതുവരെ ആ സന്യാസാവസ്ഥ അതിലെത്തി ഇരുന്നോണം. സമ്യക്കായിട്ട് അവനവനെ ന്യസിച്ചിരുന്നോണം. സ്വയം മാനേജ് ചെയ്ത് സ്വയം നോക്കിക്കോണം. കർമ്മങ്ങൾ ഒഴിവാകുമ്പോൾ ശാന്തമാവും, സന്ത് ആവും. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫിഗർ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങയുടെ ഗുരു എന്ന് പറയുന്ന ആ ഒരു രൂപം ഇപ്പൊ പോപ്പുലർ ആയിട്ട് നിലനിൽക്കുന്ന ഒരു മഹാവതാർ ബാബാജി എന്ന് പറയുന്ന ഒരു പേരിൽ പല ആൾക്കാരും ബുക്കുകൾ എഴുതുകയും യോഗാനന്ദ പരമഹംസ പോലെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ലോകം മൊത്തം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രൂപത്തെ കുറിച്ചാണോ താങ്കൾ പറയുന്നത്, അതോ വേറെ എന്തെങ്കിലും ആണോ? ആ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയിലാണല്ലോ മഹാവതാർ ബാബാജിയെ പറ്റിയുള്ള പരാമർശമുള്ളത്. അതിന് മുമ്പുള്ള പുസ്തകങ്ങളൊന്നും അല്ലെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊന്നും ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ പിന്നിൽക്കാലത്ത് വന്ന ഏതെങ്കിലും പുസ്തകങ്ങളിലോ മഹാവതാർ ബാബ എന്നുള്ള പേര് ഉച്ചരിച്ച് കാണാനായിട്ട് നമുക്കറിവില്ല. അപ്പോൾ യോഗാനന്ദ പരമഹംസൻ കണ്ട മഹാവതാർ ബാബയെ തന്നെ അല്ലല്ലോ മറ്റുള്ളവർ കണ്ടത്. പലരും പല രൂപത്തിലല്ലേ കണ്ടത്. അത് അദ്ദേഹത്തിൽ അന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ആ സ്റ്റേറ്റിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ആ രൂപത്തെ പറ്റി അദ്ദേഹം വർണ്ണിക്കുന്നത് അല്ലേ. മറ്റുള്ളവർ അവരുടേതായ രീതി വർണ്ണിച്ചിട്ടുണ്ട്, അവരുടേതായ രൂപങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട്. ചില തലയിലൊക്കെ വലിയ ജടാധാരിയായിട്ട് ചുറ്റി വെച്ച രൂപങ്ങളുണ്ട്, ചിലത് മുടി നീട്ടിയിട്ട രൂപങ്ങളായിട്ടുണ്ട്, ചെറിയ മുടി, ഒതുങ്ങിയ ശരീരം, ചിലത് ഉരുണ്ട് പൊക്കം കുറഞ്ഞ രൂപങ്ങളിലൊക്കെ വർണ്ണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിൽ പലരും പറയുന്നു. ഞാൻ മഹാവതാർ ബാബാജി അന്വേഷിച്ച് നടന്നില്ല. ഞാൻ എൻ്റെ പരമഗുരുവായ പരമേശ്വരനെ അന്വേഷിച്ചത്, സാക്ഷാത് ശിവനെ. അതിനെ നിങ്ങൾ മഹാവതാർ ബാബയെന്നോ നിങ്ങൾ പരാശക്തി എന്നോ എന്ത് പേരിട്ട് വേണം വിളിച്ചോളൂ. എൻ്റെ ഗുരു ശിവനാണ്. ആ ചൈതന്യത്തെയാണ് ഞാൻ അന്വേഷിച്ചത്, ആ സത്യത്തെ അന്വേഷിച്ചത്. ആ ശിവൻ എന്നിൽ സദ്ഗുരുവായിട്ട് പ്രകടമായി എനിക്ക് ശക്തിവാദ ദീക്ഷ തന്ന് അനുഗ്രഹിച്ചു. അത്രേ എനിക്കറിയൂ. അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് സാക്ഷാൽ ശിവനാണ്. ആദിപറയൻ എന്ന് ഞാൻ വിളിക്കും. ആദിമഗുരു ആദിപറയനാണ്. ആ പറയനും അവൻ്റെ ശക്തി പറച്ചാമുണ്ടിയും. ഇതാണ് എനിക്ക് ലോകം, ശിവനും ശക്തിയും. ഇതിൻ്റെ രണ്ട് സാക്ഷിയായിരിക്കുന്ന ഞാൻ കേവലം നോബഡി. എൻ്റെ അച്ഛൻ പരമേശ്വരൻ, എൻ്റെ അമ്മ പരമേശ്വരി. ഇതെനിക്കറിയൂ, ഇതെനിക്കറിയേണ്ടതുള്ളൂ. ഇത്രയും ഫിലോസഫി മാത്രം എനിക്ക് മതിയാവും. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോയി അറിയുക. യു ഹാവ് ടു പ്രൂവ് ഇറ്റ് ഫോർ യുവർ സെൽഫ്, നോട്ട് ഫോർ മീ. മഹാരാജ്, താങ്കൾ പറഞ്ഞു ആദി പറയനെന്നും പറച്ചാമുണ്ടിന്നും. ഇവിടെ ഈ പറയുന്നത് ജാതീയപരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ ഒരു യുസൈഡായിട്ട് ഉപയോഗിച്ചു പോകുന്നതാണ്? ആദിമ നിവാസികളല്ലേ ആദ്യം ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അവർ ആദിമ നിവാസികൾ, ഭൂമിയുടെ അവകാശികൾ എന്ന് വിളിക്കുന്നത്. എന്താ പറയുന്നത് വെച്ചാൽ പറ കൊട്ടുന്നവൻ, പരയോട് ചേർന്നവൻ. പരന്ന് വെച്ചാൽ പരാശക്തി, മനസ്സിൽ പൂർണ്ണ നിയന്ത്രണമുള്ളവൻ എന്നർത്ഥം. ആദിവാസി ഇന്നല്ലേ എല്ലാവരും ഉണ്ടായത്. ഇന്നത്തെ സകല പരിഷ്കാരികളും സമസ്ത ജാതികളും സമസ്ത വർഗങ്ങളും വർണ്ണങ്ങളും ഒക്കെ ആദിമ നിവാസിന്നുണ്ടായല്ലേ. കാട്ടുവാസിയല്ലേ ആദിവാസി. ഇതെല്ലാം കാടല്ലായിരുന്നോ?
അവിടുത്തെ ആദിമ മനുഷ്യനെയാണ് ഞാൻ ആദിപ്പറയെന്ന് വിളിക്കുന്നത്. ജാതിപ്പറയനെയല്ല, ആദിപ്പറയനെ പറ്റിയാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ ഞാനൊരു പറയനാണ്, ആദിമവാസിയാണ്, അഘോരിയാണ്. കേരളത്തിലെ ആദിമ നിവാസികളെ ആദിപ്പറയന്മാരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എത്ര ആദികളെ പറ്റിയാ കഥ എഴുതിയത്? 18 സിദ്ധന്മാരെ ഇവിടെ ആദിപ്പറയന്മാരെന്ന് വിളിച്ചിരുന്നു. നമ്മൾ ഈ 18 സിദ്ധർ എന്ന് തമിഴ്നാട്ടിൽ പറയുന്നത് പോലെ കേരളത്തിൽ 18 പറയന്മാരെന്ന് പറഞ്ഞിരുന്നു ഒരു കാലത്ത്. ഞാൻ എൻ്റെ പാരമ്പര്യത്തില്ല സൂക്ഷിക്കേണ്ടത്, കേരള പാരമ്പര്യമില്ല എന്ത്. എൻ്റെ ആദിമൻ, എൻ്റെ പറയൻ, എൻ്റെ പരമേശ്വരൻ. ഈ 18ൻ്റെ ആദി ഗുരുവാണ് ആദി പരമേശ്വരൻ, ആദി പറയൻ. ഇത് രണ്ടും ഒന്നാണോ? സിദ്ധന്മാരും ആദികളും ഒന്നാണോ? അമേരിക്ക എന്നാലും ഈ ഗ്രഹനക്ഷത്രങ്ങളെ കാണാം, ഇന്ത്യ എന്നാലും കാണാം, മലേഷ്യ പോയെന്നാലും കാണാം, ഇല്ലേ? എല്ലാം ഒരേ നക്ഷത്രമാണോ? ഓരോരുത്തരത്തു നിന്ന് ഓരോരുത്തർ ഓരോ കാഴ്ചകളൊക്കെ കാണുന്നല്ലോ, പലതാവാൻ വഴിയുണ്ടോ? പറയൂ. അമേരിക്കയിലെ സൂര്യൻ വേറെ, ഇന്ത്യയിലെ സൂര്യൻ വേറെയെന്ന് തോന്നുന്നോ? ചന്ദ്രൻ വേറെയാന്ന് തോന്നുന്നോ? കാണപ്പെടുന്ന താരാവ്യൂഹം, ഈ ഗാലക്സീസൊക്കെ വേറെ വേറെയാന്ന് തോന്നുന്നോ? അതോ ഒന്നാണോ? ഉയർന്നു നിന്ന് നോക്ക്, ഇന്നലത്തെ കിടന്ന് നോക്കാതെ ഉയർന്നു നിന്ന് നോക്ക്, താഴോട്ട് നോക്ക്, എല്ലാം ഒന്നാടോ, ഒന്നേ ഉള്ളൂ സത്യം. ഇതെല്ലാം അതിൻ്റെ വിവൃത്തങ്ങൾ പലതായി തോന്നിക്കപ്പെടുന്നതാ. 18 ഇല്ല, ഒന്നേ ഉള്ളൂ. ഒരേ ശിവൻ തന്നെയാണ് ശക്തിയും, ഒരേ ശക്തി തന്നെയാണ് ശിവനും. അതുകൊണ്ടല്ലേ അർദ്ധനാരീശ്വര ഭേദം കൊടുത്തിരിക്കുന്നത്. ലോക വ്യവഹാരത്തിൽ വരുമ്പോൾ അർദ്ധനാരീശ്വരൻ, അല്ലെങ്കിൽ കേവലം ശാന്തി പരമേശ്വരൻ. പറയൻ്റെ അച്ചി പറച്ചി, ആദിപ്പറയൻ്റെ പരമേശ്വരൻ്റെ ശക്തി ആദിപ്പറച്ചി, പറച്ചാമുണ്ടി. പക്ഷേ ഈ സിദ്ധന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ചരിത്രം പോലെ ആദികളെ കുറിച്ചൊന്നും കാണാനില്ല. ഇത് അതിലും പഴയതാ. ഇന്ന് പറയുന്നത് എന്താ? സഹ്യന്റെ ഈ ഭാഗം ഏറ്റവും പ്രാചീനം. ഹിമാലയൊക്കെ പുതിയ മലനിരകളല്ലേ, പർവ്വതങ്ങളല്ലേ. ഈ പശ്ചിമഘട്ടം എത്ര പഴയതാ? ആഫ്രിക്ക നടന്നു വന്നല്ലേ നിങ്ങളുടെ സയന്റിസ്റ്റുകളും പറയുന്നത്? അങ്ങനെയല്ലേ? ആഫ്രിക്കയിലെ ആദ്യം ജീവന്റെ തൊടിപ്പ് ഉണ്ടായെന്ന് പറയുന്നു. അങ്ങനെയല്ലേ പറയുന്നത്? ആ ഖണ്ഡമല്ലേ ഇളകി ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ കാലാവസ്ഥ ഇതുമായിട്ട് കുറേ മഞ്ഞകളൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ടും സൂര്യപ്രകാശത്തിന്റെ വ്യത്യാസം കൊണ്ടും നമ്മളൊക്കെ ഇച്ചിരി ബ്രൗൺ ആയി, അത്രയല്ലേ ഉള്ളൂ. അടിസ്ഥാനമായിട്ട് നമ്മളെല്ലാം കറുത്തവരാ. ഈ കറുത്തയിൽ നിന്നല്ലേ വെളുപ്പുണ്ടായത്. കറുപ്പെന്ന് വെച്ചാൽ അമ്മയിൽ നിന്നല്ലേ മക്കളുണ്ടാവുന്നത്, അപ്പനീ നല്ലല്ലോ. അപ്പനോട് ചേരുമ്പോൾ ബുദ്ധിക്ക് തെളിച്ചം ഉണ്ടാകുമ്പോൾ കൂടുതൽ ശരീരത്തിനും നിറവ്യത്യാസം വരും. ഇപ്പൊ സൂര്യൻ നിന്ന് വരിക്കുന്ന പ്രകാശം സ്വീകരിക്കുന്ന തൊലിക്ക് വ്യത്യാസം വരും. അവരമ്മയോട് ചേർന്ന് ആനന്ദിക്കുന്നവർ. നമ്മുടെ ആനന്ദമൊക്കെ പോയി, സന്തോഷവും ഇല്ലാണ്ടായി. എടോ പഴയ ആൾക്കാർ തന്നെയാ. ഏത് മതം മാറിയാലും ഏത് ജാതി ആയാലും എന്തായാലും നമ്മളെല്ലാം പറയേണ്ട മക്കളാ, നമ്മളെല്ലാം ആദിയുടെ സന്താനങ്ങളാ. ഇത് മറക്കരുത്, അടിസ്ഥാനം തെറ്റരുത്. അടിസ്ഥാനം തെറ്റിയാൽ നമുക്ക് ഈ പറയുന്ന സംസ്കാരമൊക്കെ എന്താണ്? നമ്മുടെ പ്രകൃതിയെ പ്രേമിച്ചിരുന്ന അച്ഛൻ്റെ സന്താനങ്ങളായിരിക്കാൻ എന്താ അഭിമാനം പാടില്ലേ? പ്രകൃതിയുമായി ഒന്നു ചേർന്ന് ആനന്ദത്തിൽ ജീവിക്കാൻ നമുക്ക് ആകാത്തത് കൊണ്ടല്ലേ. അതിനല്ലേ നമ്മൾ കൊതിക്കുന്നത്. ആയിക്കൂടെ, അഭിമാനിക്ക്. അഘോരികളെല്ലാം പറയന്മാരാ. നിങ്ങളെല്ലാം എൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളെല്ലാം പറയന്മാരാ. ജാതിപ്പറയന്മാരല്ല, ആദിപ്പറയന്മാർ. സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിഷേധിച്ചു കളാം. സത്യത്തെ നിഷേധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം. സത്യനിഷേധികളാവും, അല്ലെങ്കിൽ സത്യത്തെ സ്വീകരിക്കുക. ഇത് സത്യമല്ലേ? സംശയമുണ്ടോ? ചരിത്രപരമായിട്ടും സയന്റിഫിക്കലിയും നോക്ക്. ഞാൻ പറയുന്ന കള്ളത്തരമാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്ക്. വേറെ ആരുടെയും വാലിഡേഷൻ ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടോ? ആദിമത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. അവൻ സ്വതന്ത്രനായിട്ട് ജീവിച്ചിരുന്നു. അവൻ്റെ വംശപരമ്പരയായി ഞങ്ങളും സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. അപ്പൻ സ്വതന്ത്രനാണെങ്കിൽ മക്കൾ സ്വതന്ത്രരാവണ്ടേ? അങ്ങനെയല്ലേ? ഞാൻ സ്വാതന്ത്ര്യത്തെ കൊതിക്കുന്നു, നിങ്ങൾ സ്വാതന്ത്ര്യത്തെ കൊതിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരിക, നിങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കാം. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവൻ. വിദ്യ എന്ന് വെച്ചാൽ എന്താ? വിത്ത്, ആത്മതത്വം. ആത്മത്തെ അറിഞ്ഞവനേ സ്വാതന്ത്ര്യമുള്ളൂ.
അതുകൊണ്ട് സത്യത്തെ അറിയൂ, സ്വതന്ത്രരാവും. ഇതേ അഘോരിക്ക് പറയാനുള്ളൂ. ബി ഫ്രീ ഫ്രം യുവർ നോഷൻസ്, യുവർ ഓൺ കണ്ടീഷനിങ്, your own limitations which been set by you. Actual your limitation is sky is your limit. Enjoy inner life, enjoy outside life. What's the problem? Problem is you, your limitations. ഈ പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇപ്പൊ ഒരുപാട് മോട്ടിവേറ്റേഴ്സും അവരും ഇവരും ഒക്കെ ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പോ താങ്കൾ പറയുന്നതിൽ എന്താണ് ഇപ്പോൾ ഡിഫറൻസ് ഉള്ളത്? ഉള്ള കാര്യമില്ലേ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആവുമോ? എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ എന്നൊക്കെ ചോദിക്കാൻ വരുന്നത്? വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടുമെന്നറിയാനോ? എത്ര മോട്ടിവേഴ്സാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാനാണ്? എത്ര മോട്ടിവേറ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത് ആദിമ സന്താനമാണ്, ആദിമ നിവാസികളാണ്? അവരങ്ങനെ ജീവിക്കുന്നുണ്ടോ? അവരതിനെ അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചതിലൂടെ കടന്നു വരുന്ന വാക്കുകൾക്ക് ബലം ഉണ്ടാവില്ലേ? എൻ്റെ അനുഭവം പറയുന്നത്. ബലമുണ്ടോ ഇല്ലയോ നിങ്ങൾ തീരുമാനിക്കുക. ബലമുണ്ടോ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കള. ഇവിടെ ഇപ്പം നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിങ്ങളതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നു, എന്നാലാവുന്ന വിധത്തിൽ ഞാൻ ഉത്തരം പറയുന്നു. പക്ഷേ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കല്ലേ ഉള്ളൂ, എനിക്കുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നു, അതിന് ഞാൻ അറിയുന്ന അർത്ഥം പറഞ്ഞു തരുന്നു, ഞാൻ അനുഭവിച്ച അർത്ഥം പറഞ്ഞു തരുന്നു. തെറ്റുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, ഗുണമുണ്ടാവാം, ദോഷമുണ്ടാവാം. ഇതൊക്കെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ലേ? അപ്പം മറ്റുള്ളവർക്കും ഇത് തന്നെ വന്ന് ചെയ്യാം. ഐ വുഡ് ലൈക്ക് സ്ട്രോങ് പീപ്പിൾ. ചോദ്യം ചെയ്യാൻ സ്വീകരിക്കുന്നതൊന്നും സ്വീകാര്യമാവില്ല. ചുമ്മാ അങ്ങ് വിശ്വസിക്കരുത്. വിശ്വാസത്തിൻ്റെ ആവശ്യമേ ഇല്ല. യു ട്രസ്റ്റ് ഓർ ഡു നോട്ട് ട്രസ്റ്റ്. ഡിസ്ട്രസ്റ്റ് വേണ്ട. ആദ്യം പരീക്ഷ ഉറപ്പിച്ചിട്ട് ട്രസ്റ്റ് ഓർ ഡു നോട്ട് ട്രസ്റ്റ്. അല്ല ആദ്യം തീരുമാനിച്ചേക്ക് വിശ്വാസമില്ല, വേണ്ട. ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കാൻ. ട്രസ്റ്റ് വിശ്വാസമല്ല, അനുഭവിച്ചറിഞ്ഞ് ഉറച്ച വിജ്ഞാനമാണ്. ഉറപ്പുണ്ടാവട്ടെ. എത്ര കാലം ഈ സംശയത്തിൽ കഴിയും? ഡൗട്ടിങ് തോമസ് ഷാൽ പെരിഷ് എന്നല്ലേ ബൈബിളും പറഞ്ഞിരിക്കുന്നത്. സംശയാത്മാ വിനശ്യതി എന്ന് ഗീതയിൽ കൃഷ്ണനും പറഞ്ഞിരിക്കുന്നു. ചുമ്മാ എന്ത് സംശയിച്ചുകൊണ്ടിരിക്കുന്നത്? സംശയം ഉണ്ടെങ്കിൽ പോയി പരീക്ഷിക്കുക, നിരീക്ഷിക്കുക, ഉറപ്പിക്കുക, എന്നിട്ട് സ്വതന്ത്രമാകുക. എല്ലാത്തിനും സമയമുണ്ടേ. 25 വയസ്സുകാരനെ പോലെ 70 വയസ്സുകാരൻ ചാടിക്കളിച്ച് നടക്കണം വെച്ചാൽ ഏകദേശം അസാധ്യമായ കാര്യങ്ങളാണ്. ഓരോന്നിനും സമയമുണ്ട്, പ്രായമുണ്ട്. അതാത് പ്രായങ്ങളിലും അതാത് സമയത്തും വേണ്ടതൊക്കെ നേടിയെടുക്കുക. ചുമ്മാ സമയം വേസ്റ്റ് ആക്കാതെ. ബി സ്മാർട്ട്, ബി എനർജറ്റിക്, ബി പവർഫുൾ. ത്രോ അവേ യുവർ ലേസിനെസ്. മേക്ക് സം എഫേർട്ട്. You'll make some progress in life, at least if you move on this way. ചുമ്മാ സമയം കളയാതെ. Time is precious. ഇന്റേണൽ ലൈഫ് എറ്റേണലി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എറ്റേണൽ ഒന്നും അല്ല. ഇറ്റ് ഹാസ് എ ടൈം പീരീഡ്. സോ മേക്ക് മാക്സിമം ഔട്ട് ഓഫ് ഇറ്റ്. അഘോരതന്ത്രമോ ധ്യാനസൂത്രമോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വഴി പഠിച്ചോളുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി പിടിക്കുക. ബട്ട് ലിവ് യുവർ ലൈഫ്. എനിക്ക് മനസ്സിലാവുന്നത് താങ്കൾ തന്ത്രം എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന വിവക്ഷ എന്ന് പറയുന്നത് മനസ്സിനെ അല്ലെങ്കിൽ ജീവിതത്തെ മാനേജ് ചെയ്യാൻ ഉള്ളൊരു ടെക്നിക് എന്നുള്ള രീതിക്കാണ്. അപ്പോ തന്ത്രം ഒരു ലോഡഡ് വാക്കാണല്ലോ. അതിനെ ഇത്ര സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്ത് എന്ന് പറയാൻ സാധിക്കും? നിന്നെ സംബന്ധിച്ച് നിന്റെ ജീവിതമല്ലേ പ്രധാനം, അല്ലേ? നിനക്ക് നിന്റെ ജീവിതമല്ലേ വേണ്ടത്? നിന്റെ ജീവിതത്തിന് വേണ്ടുന്നത് എന്താ? നിന്റെ ജീവിത വിജയത്തിന് വേണ്ടുന്നത് എന്താ? ജീവിതം ആസ്വദിക്കാൻ വേണ്ടുന്നത് എന്താ? നിന്റെ മനസ്സിൻ്റെ നിയന്ത്രണം മാത്രമല്ലേ, അല്ലേ? നിനക്കിഷ്ടമുള്ള രീതിയിൽ നിന്റെ മനസ്സിനെ നിനക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ നിന്റെയൊക്കെ ജീവിത വിജയം സാധ്യമല്ലേ? അപ്പം അതിന് ഉള്ള ടെക്നിക്ക് നിനക്ക് ആവശ്യമില്ലേ? ആ ടെക്നിക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് പരീക്ഷ അറിയാത്ത കാലത്ത് നിനക്ക് അറിയാനും സാധ്യമല്ലല്ലോ.
നിന്നെ സംബന്ധിച്ച് നോക്കിയത് സരളമായ വിഷയമല്ലേ. ലോകത്തെ മൊത്തത്തിൽ എന്തിനാ നീ തോളത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുന്നത്? യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ആൻഡ് ആക്ച്വലി യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഓൺലി യുവർ സെൽഫ് ആൻഡ് യുവർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. അത്രേ ഉള്ളൂ മനുഷ്യൻ ചിന്തിക്കേണ്ട ആവശ്യം. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഈ തലയെ വലിച്ചു വെക്കുന്നത്? നിന്റെ വ്യൂ പോയിന്റിലോ നോക്കുക. നിനക്ക് വേണ്ട ജീവിത വിജയത്തിൽ നിന്റെ മനസ്സിനെ, നിന്റെ ബുദ്ധിയെ, യുവർ മൈൻഡ് ആൻഡ് യുവർ ഇന്റലക്ട്, അതിനെ വരുതിക്കാക്കുക, അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ലേ. So isn't that simple? What's the complication in this? ഇത് വശത്തായി ധ്യാനസൂത്രന്റെ ആഴത്തിൽ കടന്നു കഴിഞ്ഞല്ലേ തന്ത്രമാർഗത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങുക. ഈ ടെക്നിക്ക് തന്ത്രമല്ല, തന്ത്രത്തിന്റെ അഗാധ ലോകം, ഇരുണ്ട ലോകത്തേക്ക് ഇറങ്ങിച്ചില്ല. അതല്ലേ നമ്മൾ ശിഷ്യർക്ക് മാത്രമുള്ള വഴിയാത്. വെറുതെ ആവശ്യമില്ലാതെ ആ വഴിക്ക് പോകണ്ട. അല്ലെങ്കിൽ നിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്ത് നീ എല്ലാത്തിനും വിടുതലാകുമ്പോൾ നിനക്ക് ഇറങ്ങാം. അതുകൊണ്ട് അത്ര ഇന്റൻസിറ്റിയോടുകൂടി ലോക ജീവിതം ജീവിച്ചോളുക. അതിനുശേഷം ഇന്റൻസിറ്റിയോടുകൂടി ഇന്നർ ലൈഫിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അത് കഴിയുമ്പോൾ സന്യാസമായി. എന്തുകൊണ്ടാണ് താങ്കൾ അതിനെ ഇരുണ്ട ലോകം എന്ന് വീണ്ടും വീണ്ടും വിശേഷിപ്പിക്കുന്നത്? സാമാന്യ ബുദ്ധി കൊണ്ടും സാമാന്യ മനസ്സുകൊണ്ടും നമുക്ക് അതിനെ അറിയാൻ സാധിക്കാത്തതുകൊണ്ട് അതിനെ ഇരുണ്ട ലോകം എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ലൂമിനസ് വേൾഡ്, വാട്ട് യു നോ. ഇത് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും വിവേചിക്കാൻ പറ്റുന്ന അല്ലേ. ആ ലോകത്തെ ഇത് രണ്ടും കൊണ്ടും വിവേചിച്ചറിയാൻ സാധ്യമല്ല. സോ ഇറ്റ് ഹസ് ബീൻ കോൾഡ് ഡാർക്കർ വേൾഡ്, ഡാർക്കർ റിയാലിറ്റി, ഡാർക്ക് വെബ്. ഈ ഡാർക്കർ വേൾഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു ഡാർക്ക് സൈഡിനെയാണോ കാണാൻ പറ്റുന്നത്? നീ എവിടെ നോക്കിയാലും നിന്നെ തന്നെയാണ് കാണുക. ഡാർക്കർ വേൾഡ് ഇറങ്ങി നോക്കിയാലും നിന്റെ ഡാർക്കർ എനർജീസിനെയാണ് കാണുക. ഇവിടെ രണ്ടല്ലേ ഊർജം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ന്യൂട്രൽ ഊർജം ഉണ്ടോ? അത് സാക്ഷി മാത്രമല്ലേ അല്ലേ. ബാക്കി രണ്ടും ശബ്ദപ്രപഞ്ചമല്ലേ, ചലനപ്രപഞ്ചമല്ലേ. ഗന്ധപ്രപഞ്ചം, ശബ്ദപ്രപഞ്ചം, ദൃഷ്ടിപ്രപഞ്ചം, സ്വാദിന്റെ പ്രപഞ്ചം, ഗന്ധത്തിന്റെ പ്രപഞ്ചം, അങ്ങനെ 5 പ്രപഞ്ചങ്ങളല്ലേ. അതിൽ ഈ 5നെയാണല്ലോ പ്രപഞ്ചം എന്ന് വിളിക്കുന്നത് അല്ലേ. 5 ചേർന്ന് 5 സെൻസിലൂടെ അറിയാവുന്നതും 5 ഊർജങ്ങളാൽ, 5 അടിസ്ഥാന തത്വങ്ങളാൽ നിർമ്മിതമായതുകൊണ്ട് ഇതിനെ പ്രപഞ്ചം എന്ന് വിളിക്കുന്നു. അങ്ങനെയല്ലേ. നീ നിന്റെ ഉണ്ണിൽ കൂടെ കാണുമ്പോൾ നിന്റെ കണ്ണിലൂടെ മാത്രമല്ലേ കാണാൻ പറ്റൂ. നിന്റെ ലോകത്തെയല്ലേ നിനക്ക് കാണാൻ പറ്റൂ. വേറെ ലോകം ഇല്ലല്ലോ. നിന്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ നിന്റെ ലോകം മാത്രമേ കാണാൻ പറ്റൂ. ഓരോ കണ്ണുകളിൽ നിന്ന് ഈശ്വരൻ കാണുന്ന ഓരോ രൂപത്തിലാ, ഓരോ ഭാവത്തിലാ, ഓരോ അനുഭവത്തിലാ. അതുകൊണ്ട് നിന്റെ എക്സ്പീരിയൻസും നിന്റെ ലോകവും നിന്റെ മാത്രമാണ്. യു ആർ ദി മാസ്റ്റർ ഓഫ് യുവർ ഓൺ വേൾഡ്. ആക്ച്വലി ദ ഹോൾ വേൾഡ് ഇസ് യുവേഴ്സ്. അല്ല, ഞാൻ ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാമം, ക്രോധം അല്ലെങ്കിൽ അസൂയ അങ്ങനെയുള്ള വികാരങ്ങളെല്ലാം നമ്മൾ ആ ഒരു രീതിയിലോട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡാർക്ക് വേൾഡിലോട്ട് ഇറങ്ങുമ്പോൾ അതെല്ലാം കൂടുതലായിട്ട് കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റും. നമ്മുടെ തന്നെ അകത്തുള്ള ഒരു തീർച്ചയായും നിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് അതാ ലോകങ്ങൾ, അഷ്ടരാഗങ്ങൾ എന്ന് പറയും. രാഗദ്വേഷങ്ങളെ അഷ്ടരാഗങ്ങളായി തിരിക്കുന്നു. അഷ്ടകഷ്ടങ്ങൾ എന്നൊക്കെ വിളിക്കുന്നതിന്. നമ്മുടെ മനസ്സിൻ്റെ ഇരുണ്ട അവസ്ഥകളാണത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അസൂയ. അതൊന്ന് ഈ അഷ്ടവികാരങ്ങൾ നമ്മുടെ ഇൻറ്റൻസിറ്റി ഏത് ഭാവത്തിലാണ് ഉറച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ലോകത്തേക്ക് നമ്മൾ കിടക്കുക. കാമിയാണെങ്കിൽ കാമത്തിൻ്റെ ലോകത്തേക്ക് കിടക്കും, ക്രോധിയാണെങ്കിൽ ക്രോധത്തിൻ്റെ ലോകത്തേക്കും, മോഹം തുടങ്ങിയ മറ്റ് വികാരങ്ങളെല്ലാം അതാത് ലോകത്താണ് എവിടെയാണോ നമ്മൾ പറ്റി പിടിച്ചിരിക്കുന്നത് അതിലോട്ടിറങ്ങും. അപ്പം എന്ത് ചുറ്റും ഈ നിർഗുണത്വം നഷ്ടപ്പെട്ടു തുടങ്ങും. അതാത് ലോകത്തേക്ക് ഇരുണ്ടുപോകും. അവിടെ പോകുമ്പോഴും സാക്ഷി തത്വത്തെ വിടാതെ, പരമേശ്വര തത്വത്തെ വിടാതെ അതിൽ ഉറച്ചിരുന്നാൽ ഈ ലോകങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതനുസരിച്ച് ഈ ലോകങ്ങളൊക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. എൻ്റെ കാമലോകം, ക്രോധത്തിൻ്റെ ലോകം, ലോഭത്തിൻ്റെ, മോഹത്തിൻ്റെ എല്ലാ ലോകങ്ങളും അപ്രത്യക്ഷമാകും. ഇരുണ്ട ലോകങ്ങളൊക്കെ നിനക്ക് അപ്രത്യക്ഷമാകും. അതിനൊപ്പം തന്നെ പ്രകാശമാനമായ ലോകങ്ങളെല്ലാം, ഈ ലോകത്ത് ധർമ്മം, നീതി, ദയ, ഭൂതദയ, അഹിംസ തുടങ്ങിയ സകല ലോകങ്ങളും അതും അപ്രത്യക്ഷമാകാൻ തുടങ്ങും. തപസ്സും ഇല്ലാണ്ടാവും. സത്യം മാത്രം അവശേഷിക്കും. അത് ശാന്തിയായി അവശേഷിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്ന എല്ലാം അങ്ങനെയല്ല എന്നറിയുന്ന ഒരു സമയം പോലെ. അതെ, കാരണം നിന്നെപ്പറ്റി നിനക്കൊരു ധാരണയുണ്ടല്ലോ. അതൊന്ന്.
നിന്നെപ്പറ്റി മറ്റുള്ളവർക്കൊരു ധാരണയുണ്ടല്ലോ, അത് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണല്ലോ നിന്നെപ്പറ്റി ധരിക്കുക. നിന്റെ വെൽവിഷേഴ്സ് നിന്നെപ്പറ്റി നല്ല രീതിയിൽ ധരിക്കുമെങ്കിൽ നിന്റെ ശത്രുക്കൾ നിന്നെപ്പറ്റി മോശമായി ധരിക്കുന്നു. അപ്പം നിന്നെ കാണുന്ന നിന്റെ ഒരു വഴി, ഇതൊന്നുമല്ല നിന്റെ ധാരണകൾ, അതൊന്നുമല്ല മറ്റുള്ള ധാരണകൾ. അങ്ങനെ രണ്ടായിട്ട് ലോകം കാണും. ഇതൊന്നുമല്ലാത്തൊരു നീ കൂടെ ഉണ്ട്. ആ നിന്നെ അന്വേഷിക്കലാണ് അധ്യാത്മം. ആത്മം, നിന്നെ അന്വേഷണം, നിന്നെ പറ്റിയുള്ള അറിവ് നേടുക. ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിന്നെ പറ്റിയുള്ള അറിവാണ് അധ്യാത്മം. ആ ലോകത്തിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മളെ പറ്റിയുള്ള ധാരണ ഉണ്ടായി വരിക. അതൊരു വശത്ത് കടന്നു കഴിയുമ്പോൾ തന്നെ, അതായത് പ്രകാശമാനമായ സമയാചാര മാർഗത്തിലൂടെ കടന്ന് ലൂമിനസ് ആയിട്ടുള്ള വഴി കൂടെ നിന്നെ അറിഞ്ഞ് നീ ലയിച്ചില്ലാണ്ടാവും. കവളമാർഗത്തിലൂടെ കടന്ന് ഇരുണ്ട നിന്നെ അറിഞ്ഞ്, ഇരുണ്ട നിന്റെ ബലവും ശക്തിയും ഒക്കെ അവശേഷിച്ച് എന്നിട്ടും തിരിച്ച് ആ സ്ഥാനത്ത് വന്നിരിക്കും. എവിടെ? മൂലത്തിൽ വന്നിരിക്കും. സഹസ്രാരത്തിൽ കയറിയാലും മൂലത്തിൽ വരണം, പാതാളത്തിൽ പോയാലും മൂലത്തിൽ വരണം. കാരണം നമ്മൾ ജീവിക്കുന്ന മൂലാധാരത്തിലാണ്. മൂലം, ആധാരം. വേര് ഇല്ലെങ്കിൽ മരത്തിൽ നിലനിൽപ്പുണ്ടോ? അവിടെ നിൽക്കുമ്പോഴും ഈ 14 ലോകങ്ങൾ നിനക്ക് അക്സസിബിൾ ആയിരിക്കും. ബിക്കോസ് യു ഹാവ് എക്സ്പീരിയൻസ് ഓൾ 14 വേൾഡ്സ്. സംശയമില്ലാതെ ശാന്തമായി നിനക്ക് നിലകൊള്ളാം. മൂലാധാരത്തിലെ മൂർത്തിയായിട്ട് നിനക്ക് അവിടെ നിൽക്കാം, ഉറച്ചു നിൽക്കാം. അപ്പൊ ഈ ലോകങ്ങളൊക്കെ അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളൊരു മനസ്സിനൊരു ഭയം വരുന്നത്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ നെഗറ്റീവ്, ഇപ്പൊ പോസിറ്റീവ് സൈഡിനെ കണ്ടു തുടങ്ങുമ്പോൾ അത്രയും പ്രശ്നമില്ല, നമുക്കൊരു ഹാപ്പി ഫീലിംഗ് ആയിരിക്കാൻ വരുന്നത്. പക്ഷെ നമ്മുടെ തന്നെ ഒരു നെഗറ്റീവ് വശങ്ങളെ കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊരു ഫസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു പേടിയാണോ, എന്തൊക്കെ ഒരു വികാരങ്ങൾ എക്സ്ട്രാ കയറി വരുന്ന കാണാൻ പറ്റും. അപ്പം അതെല്ലാം വരുന്നത് ഇതെല്ലാം വാനിഷായി പോകും അല്ലെങ്കിൽ ഡിസപ്പിയർ ആയി പോകും എന്നൊരു ഭയം കിടക്കുന്നത് കൊണ്ടാണ്. അതെ, അതെല്ലാം പല തലങ്ങളിലുള്ള മൃത്യു അനുഭവങ്ങളാണ്. നിന്നിലെ വ്യക്തി മരിച്ചു തുടങ്ങുകയല്ലേ. വ്യക്തി മരിച്ചു തുടങ്ങുമ്പോൾ വ്യക്തിത്വത്തെ രക്ഷിക്കാനായി മനസ്സ് രൂപം കൊണ്ടിരിക്കുന്നത്. വ്യക്തിയായി രൂപം കൊണ്ടല്ലേ മനസ്സിൽ പോയിരിക്കുന്നത്. അത് പതിയെ ലയിച്ചു തുടങ്ങുമ്പോൾ നീ ഈ സഗുണഭാവങ്ങളിൽ നിന്ന് പതുക്കെ അപ്രത്യക്ഷമായിട്ട് തുടങ്ങും. ഇരുണ്ട ലോകത്തിൽ കിടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇത്രയേറെ ഇരുട്ട് എന്നിൽ ഒളിച്ചിരിപ്പുണ്ടോ, ഇത്ര മോശം ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും അമർത്തി വെക്കലുകളും എന്നിൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്ന, കണ്ടു തുടങ്ങുന്ന, അനുഭവിച്ചു തുടങ്ങുന്നത്. അത് അപ്രത്യക്ഷമാകുന്ന വെച്ചാൽ എൻ്റെ തന്നെ ഒരു കഷ്ടം മുറിഞ്ഞു പോകില്ലേ, ശരിക്കുള്ള മൃത്യുവിനെ അനുഭവിക്കുക. പക്ഷെ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്രേമം, ശാന്തി ഇതൊക്കെ അനുഭവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആ ഭയം അത്രയ്ക്ക് ഉണ്ടാവില്ല. നല്ല രസം ഉണ്ടാവും, കാരണം സുഖം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ നിന്ന് പ്രചാരം സമയാചാര മാർഗത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇരുണ്ട ലോകത്ത് കിടക്കാതെ നിന്റെ ബലത്തെ നിനക്ക് പുറത്തെടുക്കാൻ സാധ്യമല്ല. നിന്റെ ബലം, നിന്റെ ശക്തി, നിന്റെ കപ്പാസിറ്റിയൊക്കെ അറിയണമെങ്കിൽ ഇരുണ്ട ലോകത്തല്ലേ അറിയാൻ സാധ്യമാകൂ. തെളിഞ്ഞ ലോകത്ത് നീ ഒന്നും അറിയുന്ന, നീ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പോകും തോറും നീ ഉറച്ചുറച്ച് വരികയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ നീ എന്നുള്ള വ്യക്തി മനസ്സിന് മൃത്യുവും സംഭവിക്കുന്നു. മൃത്യുവിൻ്റെ ലോകമല്ലേ. പതിയെ യമൻ നിന്നെ ഓരോ ഘട്ടങ്ങളിലേക്ക് കൊണ്ട്, ഓരോ തലങ്ങളിലേക്ക് കൊണ്ട് നിന്നെ കൊന്നു തരിക. നിന്നെ പതുക്കെ മൃതമാക്കി സ്വയം ആ കാലത്തിനതീതമായി കാലകാലനായി നീ മാറുക. ആരാ കാലകാലൻ? ശിവൻ, അഘോരി. അഘോരി അറിഞ്ഞവൻ, ഘോരിയെ വശത്താക്കവൻ അഘോരിയായി നീ മാറുകയാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലുള്ള മങ്കൊമ്പിലാണ് അഘോരി മഹാരാജിന്റെ ആശ്രമമായ ആനന്ദാം സ്ഥിതി ചെയ്യുന്നത്. ആശ്രമത്തിലെ കുണ്ഡലിനി ക്ഷേത്രത്തിന് സമീപമായി പുതിയ സത്സംഗ് ഹാളിന്റെയും അതിനോടനുബന്ധിച്ചുള്ള ടോയ്ലറ്റ് കോംപ്ലക്സിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വിവരം എല്ലാവരെയും സസന്തോഷപൂർവ്വം അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മഹാരാജിന്റെ ബൃഹത്തായ വിഷന്റെ ഭാഗമായി ഭാവിയിൽ വിപുലമായ സത്സംഗങ്ങളും ഹവനങ്ങളും കളരി പരിശീലനവും തുടങ്ങി വിപുലമായ പല കാര്യപരിപാടികളും മുന്നിൽ കണ്ടാണ് ഈ സത്സംഗ് ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. മാനവ നന്മയെ മുൻനിർത്തി മഹാരാജ് വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വരൂ, നല്ലൊരു നാളേക്കായി മഹാരാജിനോടൊപ്പം നമുക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം.